ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷം? അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇട്ടിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് മോളെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ചു. എന്നിട്ട് നേരെ അടുക്കളയിൽ വന്നു. രാവിലത്തേക്കുള്ളതൊക്കെ നോക്കാം. അപ്പം അതിനാദ്യം വെണ്ണീറൊക്കെ ഒന്ന് കോരി മാറ്റി അടുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി തീയൊക്കെ കൂട്ടി ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി കുറച്ച് വേവില്ല അരിയാണ്. അപ്പോൾ ആദ്യം തന്നെ അരി തീമിടാൻ നിൽക്കുകയാണ്. അങ്ങനെ അതാ വെള്ളമൊക്കെ വെച്ചു. ഇനി അരി കഴുകിയിടട്ടെ. അപ്പം അങ്ങനെ അത് അരിയൊക്കെ ഇട്ടു. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. അപ്പം ഇനി ചായക്ക് കടിയും ഒക്കെ ഉണ്ടാക്കട്ടെ. അപ്പം അത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ, സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ മക്കൾക്ക്. അതിക്ക് കുറച്ച് കരിഞ്ചീരകം ഇട്ടിട്ടാണ് തിളപ്പിക്കാറ്. ഇപ്പുറത്ത് ഇതാ ചായക്കുള്ള വെള്ളമാണ് വെച്ചിട്ടുള്ളത്. പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം ഞാൻ പത്തിരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്ക് കുറച്ച് ചോറ് തലേന്നിട്ടുണ്ടായിന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അതിക്ക് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. നമ്മളെടുത്ത പൊടിക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് അത് കുഴച്ചെടുക്കുക. കട്ടാവാതെ നോക്കിയിട്ട് കുഴച്ചെടുക്കുക. പിന്നെ അങ്ങനെ ഇതേപോലെ കിട്ടും. ചെറിയ കട്ടകളൊക്കെ എല്ലാം ഒന്നുകൂടി ഉടച്ചൊടിച്ച് എടുത്താൽ മതി. പിന്നെ ഇതാ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് വാങ്ങട്ടെ. അപ്പോൾ ഇറച്ചിപ്പുട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ബീഫ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി എടുത്തിട്ട് അതും ചെറുതാക്കി അരിയാം. നമ്മൾ ആവശ്യത്തിന് മസാല ഉണ്ടാക്കാം. വലിയുള്ളി വാടി വരുമ്പോൾ അതിക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ബീഫ് മസാലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ്, എളുപ്പമാണ്. പിന്നെ അത് നമ്മൾ തേങ്ങ ഇട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇടയിൽ ഈ മസാല ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക.
അപ്പോഴേക്കും ഇതാ ചോറൊക്കെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വമ്പയറാണ് വെള്ളത്തിലിട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കുക്കറിൽ വെക്കട്ടെ. ഇതാ അപ്പം നമ്മളെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ മോനിക്ക് ചോറ് കൊണ്ടുപോകാൻ കുതിച്ചോറാക്കിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആ ബീഫിലുണ്ടാക്കിയ മസാല കുറച്ച് ബാക്കി ഉണ്ടായിന്. അപ്പോൾ അതും വമ്പയറും ഒക്കെ വെച്ച് കൊടുത്തിട്ട് പൊതിച്ചോറാക്കി കൊടുക്കുകയാണ്. ഇത് പിന്നെ മോൾക്ക് ബീഫ് പൊരിച്ചത് മതി പറഞ്ഞിട്ട് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുത്താണ്. ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ. ഇതാ മോളിഞ്ഞ് സ്കൂൾക്ക് പോവുകയാണ്. അവൾ പോയി പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. പിന്നെ അത് ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഈ എണ്ണ കാര്യങ്ങളൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ഒരു സ്പോഞ്ചിൽ കുറച്ച് ഫെയറിയാക്കിയിട്ട് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഒന്നും കൂടി സ്പോഞ്ച് ഒന്നും കൂടി കഴുകിയിട്ട് ഒന്നുകൂടി തുടച്ചെടുക്കും. പിന്നെ ഒരു കോട്ടൺ ടവലുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അത് ചിക്കന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. ഇത് പുറത്താണ് കേട്ടോ. ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്യലെല്ലാതും കഴിഞ്ഞല്ലോ. പിന്നെ ചിക്കൻ കഴുകലും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരലാണ്. അപ്പോൾ ഇതൊന്ന് രാത്രി കേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അപ്പം മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിക്ക് വെക്കുകയാണ്. ഉച്ചക്കേക്കിന് ഇന്നലത്തെ ബീഫുണ്ട്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിക്ക് വെക്കട്ടെ. അതിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോൺഫ്ലവറും ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞിട്ടാണ് കേട്ടോ മസാല തേക്കുന്നത്. കറി ഉണ്ടാക്കുന്നത് പടവലങ്ങ കൊണ്ടാണ്. അപ്പോൾ പടവലങ്ങയും പരിപ്പും തക്കാളിയും മുളകും ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. രണ്ട് വിസിലടിച്ചാൽ മതി. അപ്പോഴേന് വെന്ത് കിട്ടും. പിന്നെ ഈ കരപ്പിനായിട്ട് തേങ്ങയും ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുമല്ലോ, അതും കുറച്ച് മതി.
2 ചുവന്നുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇതാ ബീഫ് ഒന്ന് കുറച്ച് എണ്ണയിൽ നിന്ന് ചൂടാക്കി എടുക്കട്ടെ. ഈ കറിയിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് തിള വരുമ്പോൾ ഓഫാക്കി കൊടുക്കാം. നന്നായി തിളക്കാൻ പാടില്ല, അപ്പോൾ നമ്മളെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അത് മാറ്റി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് അത് പൊട്ടുമ്പോൾ വേപ്പില ഇട്ടുകൊണ്ട് അതിലേക്ക് ഒഴിക്കാം. പിന്നെ എൻ്റെ അടിക്കലും തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് 4 മണിക്ക് സ്കൂൾ വിട്ട് വരികയാണ് മോള്. അപ്പോൾ അവർക്ക് ചായക്ക് കടിക്ക് ബീഫും കൂട്ടി വെന്ന് മതി പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് യൂണിഫോം മേടിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ. അത് യൂണിഫോം അടിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് താത്ത വിളിച്ചതിന്. അവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത് പോയി കൊണ്ടിട്ട് അവളെ ഫ്രണ്ടിൻ്റെ ഉമ്മേട്ടോ അടിക്കണത്. അപ്പോൾ അതാ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ എത്തി. ഞങ്ങളിതാ അത് യൂണിഫോമൊക്കെ വാങ്ങി തിരിച്ചു പോരുകയാണ്. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം.